നമസ്കാരം. മലയാള സിനിമകളിലെ മുൻനിരയിൽ നിൽക്കുന്ന നടി തന്നെയാണ് നിഖില വിമൽ. എന്നാൽ സിനിമകളിലൂടെ എന്നതിലുപരി അഭിമുഖങ്ങളിലൂടെയാണ് നടി കൂടുതൽ ജനശ്രദ്ധ നേടിയത്. എന്നാൽ ഇതിനിടയിൽ നിരവധി വിമർശനങ്ങൾക്ക് നടി കാരണമായിട്ടുണ്ട്. അവതാരകരോട് നിഖില അപമര്യാദയോടെ സംസാരിക്കുന്നത് വിമർശനം വന്നു. അതേസമയം സ്വകാര്യതയിലേക്ക് കടക്കുന്ന ഓൺലൈൻ മീഡിയകളെ നിലയ്ക്ക് നിർത്തുന്ന നിഖിലയെ പലരും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിഖിലയുടെ ചേച്ചി അഖില വിമലാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത്. അഖില വിമൽ സന്യാസം സ്വീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഖിലയുടെ ഗുരുവായ അഭിനന്ദ ബാലനന്ദ ഭൈരവനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം സൂചിപ്പിച്ചത്. അവന്തിക ഭാരതി എന്ന പേര് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെ അഖിലയെക്കുറിച്ച് നിഖില വിമൽ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുൻപ് നക്സലൈറ്റ് ആയിരുന്നു നിഖിലയുടെ പിതാവ് M.R. പവിത്രൻ. വിവാഹശേഷമാണ് ഇദ്ദേഹം ഇത് ഉപേക്ഷിച്ചത്. ഒരു അപകടത്തിൽ പരിക്ക് പറ്റി ഏറെക്കാലം കിടപ്പിലായിരുന്നു M.R. പവിത്രൻ. കോവിഡ് കാലത്തായിരുന്നു മരണം. അച്ഛന്റെ മരണം ചേച്ചിയെ വല്ലാതെ ബാധിച്ചിരുന്നെന്ന് ഒരിക്കൽ നിഖില തുറന്നു പറഞ്ഞിരുന്നു. അച്ഛന്റെ മരണം എന്നെക്കാളും അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവളെയാണ്. അച്ഛൻ കുട്ടിയായിരുന്നു അവൾ. അച്ഛനാണ് അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത്. അവളെ ലോകം കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും അച്ഛനാണ്. അച്ഛന്റെ വീഴ്ച ഏറെ ബാധിച്ചത് അഖിലയെയാണ്. അച്ഛന്റെ മരണം ഉൾക്കൊള്ളാൻ അവൾക്ക് ഏറെ സമയമെടുത്തു. അച്ഛനെ കുറിച്ച് അവൾ എഴുതി വെച്ചത് ഈ ഫാദേഴ്സ് ഡേക്കാണ് പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്ത അന്ന് അവൾ എന്നെ വിളിച്ച് കുറെ കരഞ്ഞു. എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ ആൾ അവളാണ്. ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യും. ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മറ്റു പലരുടെയും ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് അവളുടെ അടുത്താണ്. അച്ഛൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവളുടെ ജീവിതത്തിലാണ്. എനിക്ക് അറിവ് വെക്കും മുൻപ് അച്ഛൻ വയ്യാതായിട്ടുണ്ട്. ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോലും ഞാനും ചേച്ചിയും ചിരിച്ചു മാത്രമേ പങ്കുവെക്കാറുള്ളൂ. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായ പല കാര്യങ്ങളും പറയുമ്പോഴും ഞാനും അവളും ചിരിക്കുമെന്നും നിഖില വിമൽ എന്ന് പറഞ്ഞു. അച്ഛന് അനുവേച്ചിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല. ഇത്രയും ചെലവിട്ട് കല്യാണം നടത്തണം, സ്വർണം വാങ്ങണം, സാരി വാങ്ങണം, ഇത്രയും ചെലവിട്ട് കല്യാണം നടത്തി അവൾ അവിടെ പോയി അവനെന്തെങ്കിലും പറഞ്ഞാൽ അവനെ അടിച്ച് അവൾ തിരിച്ചു വരും. കല്യാണം നടത്തിയ ലോൺ നമ്മൾ അടയ്ക്കണം. അതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെയാണിപ്പോൾ എന്റെ കാര്യവും. ഇന്റർവ്യൂ ഒക്കെ കണ്ട് പ്രപ്പോസലുമായി വന്നവരുണ്ട്. എന്നാൽ തനിക്കതിൽ താല്പര്യം തോന്നിയില്ലെന്നും നിഖില വിമൽ അന്ന് പറഞ്ഞിരുന്നു. ഈ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. നിഖില വിമലിന്റെ സഹോദരി സന്യാസ ജീവിതം സ്വീകരിച്ചത് വഴി ഇത്തരം പരാമർശങ്ങൾ വീണ്ടും ആവർത്തിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.